ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പപ്പായ വെച്ചിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പച്ച പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പപ്പായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പച്ച പപ്പായയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ളതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പപ്പായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ, അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഇത്രയും തന്നെ മതി. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കര ഇവിടെ കംപ്ലീറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പപ്പായയും വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ജാറടച്ച് വെച്ചിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് പകുതി മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഈ പപ്പായയുടെ ഒരു ടേസ്റ്റിന് കിട്ടില്ല കേട്ടോ. നല്ല നെയ്യിൻ്റെ ഫ്ലേവറാണ് കിട്ടുക. നെയ്യിലിട്ടിട്ട് പപ്പായ വഴറ്റിയെടുക്കുമ്പോൾ ആ നെയ്യിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പപ്പായയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യൊക്കെ പപ്പായയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതാ പപ്പായയും നെയ്യൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ. ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ട വെള്ളം മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കട്ടയായ പോലെ തൊക്കെ തോന്നും കേട്ടോ. പക്ഷേ അത് കട്ടയായതല്ല, ഇതിലിങ്ങനെ രണ്ടും കൂടി ഒന്ന് യോജിച്ച് വരുന്ന ആ ഒരു സ്റ്റേജാണ് കേട്ടോ ഇത്. ഇപ്പോൾ ആ കോൺഫ്ലവറൊക്കെ ഇതിൽ നന്നായിട്ട് യോജിച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യൊന്നാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസിൻ്റെ മൈക്രോവേവ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി.
സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ നെയ്യാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് എല്ലാം നന്നായിട്ടൊന്ന് സെറ്റ് ആവണം. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞാൽ തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പപ്പായ വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.